Today we are dealing with the module first of the paper Forest Mensuration and Forest Management. The module first is Forest Management. What is Forest Management? It is the practical application of scientific, technical and economic principles of forestry focused on the achievement of certain objectives, mainly production of wood, that is timber and industrial raw material, and other forest produce such as NTFP, resin, gum, tan, bark, medicines, etc. And it is the multidisciplinary action involving the basic subject or science such as silviculture, ecology, geology and other forest subject. ഓക്കെ, അപ്പോൾ എന്താണ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്? ഒരു ഫോറസ്റ്റിനെ നമ്മൾ മാനേജ് ചെയ്യാണ് ഫോർ സർട്ടൻ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ടിമ്പർ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സിന് വേണ്ടി ഒരു ഫോറസ്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് അതിന് സർട്ടൻ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് സയൻറ്റിഫിക്കും ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്, ഇപ്പോൾ ടിമ്പർ പ്രൊഡക്ഷനാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എങ്കിൽ സർട്ടൻ എക്കണോമിക് പ്രിൻസിപ്പിൾസ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസും കൂടിയായിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസിന് വേണ്ടിയാണെങ്കിൽ അതിന് ടെക്നിക്കൽ ആയിട്ടുള്ള ഇതും അതുപോലെ ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾസും അങ്ങനെയുള്ള സർട്ടൻ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് എന്താണോ ഒബ്ജക്റ്റീവ്, എന്താണോ നമുക്ക് എന്തിനു വേണ്ടിയാണ് ഫോറസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒബ്ജക്റ്റീവ് മനസ്സിൽ വെച്ചുകൊണ്ട് സർട്ടൻ പ്രാക്ടീസസ് അപ്ലൈ ചെയ്യുന്നു, പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സോ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി ആക്ഷൻ. അതായത് ഇതിൽ അപ്പോൾ എന്തൊക്കെ വരും? നമ്മുടെ എല്ലാ ഫോറസ്ട്രി അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സും, ഇക്കോളജിയും ഒരു പഠിച്ചിട്ടുണ്ട് സിൽവിക്കൾച്ചർ എന്താ. അപ്പോൾ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പീഷീസ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നവരെ എന്തൊക്കെ സിൽവിക്കൾച്ചർ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടാവാം, പിന്നെ അതിൻ്റെ പാത്തോളജി അറിയണം, മെൻസുറേഷൻ, എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ വോളിയം, അങ്ങനെയുള്ള എല്ലാ ഫോറസ്ട്രി സബ്ജക്ട്സുമായിട്ടും റിലേറ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി ആക്ഷൻ. ആൻഡ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജിങ് എ ഫോറസ്റ്റ്. Because it is the knowledge on right from the choice of species till the harvesting and processing of produce. നമുക്ക് ഒരു സ്പീഷീസ് റീജനറേഷൻ മുതൽ ഹാർവെസ്റ്റ് ചെയ്ത് അത് എന്തിനു വേണ്ടിയാണോ ആ പ്രോസസ്സിങ് ചെയ്യുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫോറസ്റ്റ് മാനേജ്മെൻറ്റിൽ അറിഞ്ഞിരിക്കണം. The art of forest management is the forester needs practical experience and common sense gained from observation in the field, result of past treatment given to a forest and detection therefrom. എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒരു ഫോറസ്റ്റർ നീഡ്സ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അബൌട്ട് ദി ഫീൽഡിലുള്ള പ്രാക്ടിക്കൽ നോളജ് അറിഞ്ഞിരിക്കണം. അതുപോലെ എന്തൊക്കെ പാസ്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതിൽ നിന്നുള്ള കുറവുകൾ എന്താണ്, അതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ഫോറസ്റ്റിനെ ബെറ്ററായിട്ട് മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ആ കുറവുകൾ അറിയണമല്ലോ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഫോറസ്റ്റർ അറിഞ്ഞിരിക്കണം. Since forest enterprise is a long-term process, it involves a lot of prediction, anticipations, market tricks and politics. അറിയാം, നമ്മുടെ ഫോറസ്ട്രി എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ബേസിൽ നോക്കുമ്പോൾ ഒരു ലോങ് ടേം കുറേ ഇയേഴ്സ് ഹാർവെസ്റ്റ് ഒരു റീജനറേഷൻ മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നവർ ഒരു വലിയ ഗ്യാപ്പ് വരുന്നുണ്ട്. ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ എന്താണ്, കുറേ പ്രഡിക്ഷൻസ് ഉണ്ടാകും. പിന്നെ മാർക്കറ്റിലെ ഒരു ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസിനായ ടിമ്പർ അങ്ങനെയുള്ള പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ടാകുമ്പോൾ അതിൽ മാർക്കറ്റ് ട്രിക്സും എക്കണോമിക്കൽ പ്രിൻസിപ്പിൾസും പ്രഡിക്ഷനും എല്ലാം നോക്കേണ്ടി വരും. What are the objectives of forest management? The main object is maximum benefit to greatest number of people for all the time. ഇതാണ്
ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫോറസ്റ്റിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് ലോക്കൽ പബ്ലിക്കിന് കിട്ടണം. അത് എന്തിൻ്റെയൊക്കെ ബേസിലാവാം? പ്രൊഡക്ഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് ഈസ്തെറ്റിക് പർപ്പസ്. ഈ 3 ആണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. പ്രൊഡക്ഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് ഈസ്തെറ്റിക് purpose. In the case of production, maintaining and raising the productive capacity of soil and the forest stand with the maximum site potential. ഇപ്പം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആദ്യം ഫോറസ്റ്റ് ട്രീ സ്പീഷീസിൻ്റെ കേസിൽ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ കേസിൽ നമ്മൾ ആദ്യം എന്താണ് അതിൻ്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടുതലായിരിക്കണം സോയിലിൻ്റെ. ആൻഡ് ദ ഫോറസ്റ്റ് സ്റ്റാൻഡ് വിത്ത് മാക്സിമം സൈറ്റ് പൊട്ടൻഷ്യൽ and providing the maximum possible volume of valuable timber for industries and other forest produce for meeting the market demand and securing the highest possible financial outcome. അതാണ് ടിമ്പർ പ്രൊഡക്ഷൻ ആണെങ്കിൽ അതിൻ്റെ മാക്സിമം വോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം. അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടി എന്ത് ഒബ്ജക്റ്റീവിലാണോ നമ്മൾ ഈ ഫോറസ്റ്റ് മാനേജ് ചെയ്യുന്നത് അതിൻ്റെ ഹയസ്റ്റ് പോസിബിൾ ഫിനാൻഷ്യൽ ഔട്ട്കം കിട്ടണം. And also to meet the requirement of the local population in terms of small timber, firewood and grazing etc. അത് മാത്രമല്ല, ആ ഒരു ഫിനാൻഷ്യൽ ഔട്ട്കം കിട്ടുന്ന ടിമ്പേഴ്സ് മാത്രമല്ല, ലോക്കൽ പീപ്പിളിന് ബെനിഫിറ്റ് ആയിട്ടുള്ള ടിമ്പർ കൂടെ ഫോഡർ, ഗ്രേസിങ്, ഫയർവുഡ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ കൂടി മീറ്റ് ചെയ്യണം. ആൻഡ് ഇൻ ദ കേസ് ഓഫ് protection, promoting protective effect of the forest against soil erosion and flood and other protective measures. Okay, in the case of aesthetic purpose, natural scenery and including flora and fauna ഇതൊക്കെ കൺസിഡർ ചെയ്യണം എസ്തെറ്റിക് പർപ്പസിൽ. ആൻഡ് ബോത്ത് ദീസ് ഓൾ പർപ്പസ് സൈമൾട്ടേനിയസ്ലി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്റ്റ് ബെനിഫിറ്റും പ്രൊട്ടക്ഷൻ്റെ കേസിൽ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സുമാണ് ഫോറസ്റ്റ് നൽകുന്നത്. And a scientifically managed forest may fulfill these both direct and indirect benefits. Okay, then multiple use of forest. അതായത് പ്രൊഡക്ഷൻ്റെ കേസിൽ പറയാം ഡിഫെൻസിൽ ടിമ്പർ, വാല്യബിൾ ടിമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കൺസർവേഷൻ്റെ കേസിൽ വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് ദി പീപ്പിൾ, ട്രൈബൽ പോപ്പുലേഷൻ, ഫയർവുഡ്, മറ്റ് ഫോഡർ അതൊക്കെ ഫുഡ് ആൻഡ് സപ്പോർട്ട് ടു അഗ്രികൾച്ചർ, റവന്യൂ ഫോർ ദ ഗവൺമെൻറ്, ഇൻഡസ്ട്രീസ് അതൊക്കെ, എംപ്ലോയ്മെൻറ്റ്, ടൂറിസം, എനർജി പവർ. അപ്പോൾ ഇതൊക്കെ എല്ലാ സബ്ജക്ട്സുമായിട്ടും കണക്റ്റഡ് ആണ്. ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ്, പല ഒബ്ജക്റ്റീവ്സിന് വേണ്ടി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോറസ്റ്റ് മാനേജ് ചെയ്യും. The objectives of forest management can be differentiated into protective and productive management. Unlike any other enterprise, forests are managed for multiple purposes such as productive, protective and other, with one use dominant and most often, that is production of wood. അതായത് ഫോറസ്റ്റ് മെയിനായിട്ട് മാനേജ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഓഫ് വുഡ്, ടിമ്പർ പ്രൊഡക്ഷന് വേണ്ടിയായിരിക്കും. അപ്പോൾ അതിന് കൂടാതെ തന്നെ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസും, അതായത് ലാൻഡ് കൺസർവേഷനും വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ക്ലൈമറ്റ് പ്രിസർവേഷൻ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റും കൂടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വൺ യൂസ് ഡൊമിനൻറ്റ്, അത് ടിമ്പർ പ്രൊഡക്ഷനാണ്, മിക്കവാറും പ്രൊഡക്ഷനാണ്. The objectives of forest management may be competitive or complementary
വിത്ത് റെസ്പെക്ട് ടു പ്രൊഡക്റ്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് നീഡ്സ്. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എന്ന് പറയാം പ്രൊഡക്ഷൻ്റെ കേസിൽ, കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസർവേഷൻ്റെ കേസിലാണ്. ഓക്കെ, ദെൻ ഇതിൽ കോമ്പറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഒന്ന് മറ്റൊന്നിന് ഹാംഫുൾ ആയിരിക്കും. ഓക്കെ, വെൻ അച്ചീവിങ് വൺ ഒബ്ജക്റ്റീവ് അതർ ഗെറ്റ് ഹാം. For example, wildlife conservation and tourism, that is incompatible, and regeneration and shifting cultivation, timber production and grazing. ഇത് രണ്ടും ഒന്നിച്ച് പോവില്ല. ഏതെങ്കിലും ഒന്ന് ബെറ്ററും മറ്റൊന്ന് ഡിസ്ട്രോയ് ആവുകയാണ്, ഹാംഫുൾ effect. And complementary objectives, when achieve one objective and achieve other objective as well. Afforestation and soil conservation, നമ്മൾ ഫോറസ്റ്റ് അഫോറസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സോയിൽ കൺസർവേഷൻ രണ്ടും നടക്കും. ഇതാണ് കോമ്പറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്സും കോംപ്ലിമെൻ്ററി ഒബ്ജക്റ്റീവ്സും പറയുന്നത്. ദെൻ പ്രയോറിറ്റി ഇഷ്യൂ മാനേജ്മെൻറ്റ്, ഇതും ഫോറസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സെർട്ടൻ ഒബ്ജക്റ്റീവാണ്. പ്രയോറിറ്റി ബേസിലാണ് ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ലോഗിങ് ആഫ്റ്റർ മൺസൂൺ ടു പ്രൊട്ടക്ട് സോയിൽ. ഇവിടെ എന്താണ് ലോഗിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് എന്താ വെച്ചാൽ സോയിൽ കൺസർവേഷനും കൂടി പ്രയോറിറ്റി കൊടുക്കുന്നു. അതുകൊണ്ട് മൺസൂണിന് ശേഷം വുഡ് ലോഗിങ് ചെയ്യുന്നു. അപ്പോൾ സോയിൽ അത്രയും കൂടി കൺസർവേഷനും കൂടി നടക്കും. Then one another example, closure of a sanctuary in the breeding period of the key species. ഒരു സാങ്ച്വറിയിലെ ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ഏതാണോ അതിൻ്റെ ബ്രീഡിംഗ് ടൈമിൽ ആ സാങ്ച്വറി ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നു കീ സ്പീഷീസിൻ്റെ കൺസർവേഷന്. Then balanced forest management, the objective should be balanced. ഫോർ എക്സാമ്പിൾ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് ടൂറിസം, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു എന്താണ് കോമ്പറ്റേറ്റീവ് ടൈപ്പാണ്. ഒന്നിന് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയാണെങ്കിൽ ടൂറിസത്തിന് നമ്മൾ കുറച്ചും കൂടി ബാക്കിലോട്ട് പോകും. അപ്പോൾ എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ വൈൽഡ് ലൈഫ് കൺസർവേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ടൂറിസത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ടൂറിസത്തിന് ഡിഫറെൻറ്റ് സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റ് സോണ്, ഒരു സാങ്ച്വറിയിൽ ഒരു ടൂറിസ്റ്റ് സോൺ ഉണ്ടാവും, പിന്നെ ഒരു ബഫർ സോൺ ഉണ്ടാവും, ഒരു കോർ സോൺ ഉണ്ടാവും. അപ്പോൾ കോർ സോണിൽ ആയിരിക്കും ആനിമൽസ്, അങ്ങോട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഷുഡ് നോട്ട് ബി അലൗഡ് ഇൻ ദാറ്റ് ഏരിയ. ആൻഡ് ബഫർ സോണിലാണെങ്കിൽ ബഫർ സോൺ ഇൻ ബിറ്റ്വീൻ ദി കോർ സോൺ ആൻഡ് ദ ടൂറിസ്റ്റ് സോൺ. ടൂറിസ്റ്റ് സോണിൽ മാത്രമേ ടൂറിസ്റ്റ് അലൗഡ് ആയിട്ടുള്ളൂ, കോർ സോണിലേക്ക് അലൗഡ് അല്ല. അപ്പോൾ അവിടെ എന്താണ് ഈ ഒരു ഒബ്ജക്റ്റീവ് ബാലൻസ്ഡ് ആയി. വാട്ട് ആർ ദി സ്കോപ്പ് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്? സ്കോപ്പ് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് broadly involve three main tasks. First one, control of composition and structure of the growing stock, and harvesting and marketing of forest products, and administration of forest property and personnel. In detail, what are coming under control of growing stock, its structure and composition. എന്താണ് നമ്മളൊരു സ്പീഷീസ് എന്തിനാണ് ഒരു ഫോറസ്റ്റ് എന്തിനു വേണ്ടിയാണ് മാനേജ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഫസ്റ്റ് നമ്മൾ സൂട്ടബിൾ സൈറ്റ് നോക്കുക. ഏത് സൈറ്റിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ഏത് സ്പീഷീസാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട്, വാട്ട് ട്രേഡ് സ്പീഷീസ് ആർ സൂട്ടഡ് ടു ദി ലോക്കാലിറ്റി ആൻഡ് വാട്ട് ഫോറസ്റ്റ് ക്യാൻ ബി റൈസ്ഡ്. അവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് പറയുന്നത്, എന്തിനു വേണ്ടിയാണോ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ടു വാട്ട് യൂസ് ദ പ്രൊഡക്റ്റ് ദസ് റേസ്ഡ് ക്യാൻ ബി പുട്ട് ടു ദി ബെസ്റ്റ് അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഒരു പേപ്പർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിനാണെങ്കിൽ നമ്മൾ യൂക്കാലിപ്റ്റസ് എടുക്കുന്നു, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൂട്ടബിൾ സ്പീഷീസ്. അപ്പോൾ അതിനുള്ള സൈറ്റ് കറക്റ്റാണോ നോക്കുന്നു. മാനിപ്പുലേഷൻ ഓഫ് സ്റ്റാൻഡ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ദ പ്രൊഡ്യൂസ്. നെക്സ്റ്റ് അടുത്ത റീജനറേഷൻ, ദെൻ ഇറ്റ്സ് പ്രൊട്ടക്ഷൻ.
ഇത് ആണ് കൺട്രോൾ ഓഫ് ഗ്രോയിങ് സ്റ്റോക്ക്, ഇറ്റ് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ. ഇപ്പോൾ റീജനറേഷൻ, സൈറ്റ് അഡാപ്റ്റേഷൻ മുതൽ അതിൻ്റെ റീജനറേഷൻ, പിന്നെ നമ്മൾ സിൽവികൾച്ചറൽ ആപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നു, അതിനെ ബെറ്ററായി മാനിപ്പുലേറ്റ് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, പിന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നു. അത്രയും വരെയുള്ള കാര്യങ്ങൾ. The type of owner and owning body may influence the choice of objects of growing that particular products. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഓണറാണെങ്കിൽ, പ്രൈവറ്റ് ഫോറസ്റ്റ് ആണെങ്കിൽ ആ ഓണർ എന്തായിരിക്കും, കൂടുതൽ ഒബ്ജക്റ്റീവ്സ് മെയിൻലി കമ്മിങ് അണ്ടർ ദ പ്രൊഡക്ഷൻ ഓൺലി. ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ് ഫോറസ്റ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ മാത്രമായിരിക്കില്ല, വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി നോക്കാം. ഇത് പറയുന്നത് മിക്കവാറും പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രൈവറ്റ് ഓൺഡ് ആണെങ്കിൽ അത് എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസിന്, ടിമ്പറിന്, അങ്ങനെയുള്ള പ്രൊഡ്യൂസിന് വേണ്ടിയായിരിക്കും സൂട്ടബിൾ ആയിട്ട് ഉള്ള സ്പീഷീസ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡ്യൂസ്. ഈ ഹാർവെസ്റ്റ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലോഗിങ് പ്ലാൻ. ഇപ്പോൾ ടിമ്പർ വാല്യൂ സ്പീഷീസ് ആണെങ്കിൽ അത് എങ്ങനെ ലോഗ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് ഡാറ്റ, മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ, സെയിൽ ഓഫ് പ്രൊഡ്യൂസ് ആൻഡ് ഓവറോൾ റവന്യൂ. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫോറസ്റ്റ് പ്രോപ്പർട്ടി. Forest organization, management of personnel, monitoring and working, labor management and welfare, financial control and economy, fulfillment of social obligation, record for present and future reference. Management of private forest and public forest. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഒരു പ്രൈവറ്റ് ഓണർ ആണെങ്കിൽ ഇവിടെ എന്താണ്, seldom looks beyond the immediate gain from sales of trees. Only he looks for financial benefits and not concerned about the indirect benefits of conservation aspect. Most of the Indian forests are under the state ownership, which have to be managed not only for the production of timber or wood, timber or other industrial wood material, and also a host of NTFP, and also for the intangible service such as protective and regulative or socio-cultural benefits. Indian forest മെയിനായിട്ടും സ്റ്റേറ്റ് ഓണർഷിപ്പാണ്. അപ്പോൾ അത് പ്രൊഡക്ഷൻ ഓഫ് വുഡ് മാത്രമല്ല, കൂടെ റൂറൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സോഷ്യൽ വെൽബീയിങ് ഓഫ് ദി പീപ്പിൾ, ഫയർവുഡ്, ഗ്രേസിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടാതെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കൺസർവേഷൻ ആസ്പെക്ട്സിലും കൂടി മാനേജ് ചെയ്യുന്നത്.